നമസ്കാരം. സിതാര മോഹൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ സിതാര മോഹൻ, ഹിപ്നോട്ടിക് കൗൺസിലർ, മൈൻഡ് പവർ ട്രെയിനർ, ലോ ഓഫ് അട്രാക്ഷൻ കോച്ച് ആൻഡ് സൈക്കോളജിക്കൽ റിസർച്ചർ. എന്തുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? സുഖമാണെങ്കിൽ സുഖം, ഫൈൻ, ഐ എം ഫൈൻ എന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ എപ്പോഴും ഇങ്ങനെ ചോദിക്കും, നിങ്ങൾ സുഖമാണ് എന്ന് പറയുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ടാണ് ഞാൻ പിന്നീടുള്ള കാര്യങ്ങൾ സംസാരിക്കാറ്. ഓക്കെ, അപ്പോൾ സുഖമാണോ എന്ന് ചോദിക്കാൻ കാരണം നമ്മൾ സുഖമായും സന്തോഷമായി ഇരിക്കണം. നമ്മുടെ സന്തോഷം നമ്മൾ കണ്ടെത്തുന്നതാണ് അല്ലേ, ആരും നമുക്ക് കൊണ്ടുവന്ന് തരില്ല. അപ്പോൾ സന്തോഷത്തോടെ ഇരിക്കുമ്പോഴേ നമ്മൾ ഈ പ്രാക്ടീസ് ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കുകളൊക്കെ ചെയ്യുമ്പോൾ നമുക്കത് വർക്കാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് അത്തരത്തിലുള്ളൊരു കാര്യമാണ്. ഒരിക്കൽ കൂടി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും മറ്റും ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ വാല്യുബിൾ കമൻസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളെ കമൻറ്റും ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇങ്ങനെ ഞാനിപ്പോൾ ഷെയർ ചെയ്യാന്ന് പറയുന്നില്ല, അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ മാനസികമായിട്ട് ദുഃഖിച്ചിരിക്കുന്നവരും ഡിപ്രഷനും സ്ട്രെസ്സും ഒക്കെ ഉള്ളവരൊക്കെ ഒരുപാട് പേര് ഇത് കണ്ടറിഞ്ഞ് നമ്മളെ കോഴ്സിൽ പങ്കെടുത്തിട്ട് മെഡിസിൻ കഴിച്ചുകൊണ്ടിരുന്നവരുൾപ്പെടെ ഇപ്പം അത് നിർത്തിയെന്ന് എൻ്റെ പ്രാക്ടീസിൽ ജോയിൻ ചെയ്ത ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഒരു ഷെയർ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അവർക്ക് ഇത്രയും ബെനിഫിറ്റ് കിട്ടുമ്പോൾ നമുക്കും കൂടെ ആ ഒരു പോസിറ്റിവിറ്റി, ആ ഒരു ഐശ്വര്യം നമ്മളിലേക്ക് വരും. അതാണ് കർമ്മഫലം എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇതുപോലെയുള്ള ആരെങ്കിലും ബുദ്ധിമുട്ടിയിരിക്കുന്നവരോ വിഷമിച്ചിരിക്കുന്നവരോ ഉണ്ടെങ്കിൽ അവരിലേക്ക് നമ്മൾ ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് ഒരു മാന്ത്രിക കല്ല് പരിശീലനമാണ്. ഒരിക്കലും ഈ മാന്ത്രിക കല്ലിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു വീഡിയോയിൽ. നിങ്ങൾ എത്ര പേര് അത് കണ്ടു എന്ന് എനിക്കറിയില്ല. ഇത് ഞാൻ പറഞ്ഞുതരാം, പുതിയൊരു ടെക്നിക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. നമ്മളിപ്പം മാന്ത്രിക കല്ലാണെങ്കിലും വിഷ്വലൈസേഷൻ ആണെങ്കിലും 5x55 മെത്തേഡ്, എന്ത് ടെക്നിക്കുകളാണെങ്കിലും നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനത് അംഗീകരിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ നമ്മളത് ചെയ്യുന്നതിന് വെറുതെ സമയം പോക്കുന്നേ പറയാൻ പറ്റൂ. കാരണം ഒരു 100,000 സംശയത്തോടെ ആയിരിക്കും നമ്മൾ ചെയ്യുക. അങ്ങനെയല്ല, നമ്മൾ പൂർണ്ണ വിശ്വാസത്തോടുകൂടി ഇത് ചെയ്താൽ ഞാൻ രക്ഷപ്പെടും, തീർച്ചയായിട്ടും എൻ്റെ ലൈഫിൽ ഞാൻ രക്ഷപ്പെടും, എനിക്കതിനുള്ള ഒരുപാട് മാർഗങ്ങൾ പ്രപഞ്ചശക്തി തുറന്നു കാണിക്കും എന്ന വിശ്വാസത്തോടു കൂടി നമ്മൾ നിരന്തരം ആ ചിന്ത കൊടുത്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് അത്തരത്തിൽ നമ്മളിലേക്ക് പ്രപഞ്ചം വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ഏതൊരു ടെക്നിക്കാണെങ്കിലും നിങ്ങൾ ചെയ്യുമ്പോൾ വിശ്വാസത്തോടെ ചെയ്യും. അപ്പോൾ ഈ മാന്ത്രിക കല്ല് പരിശീലനം എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് രാത്രി ഉറങ്ങുന്നതിന് മുമ്പാണ്. ഡെയിലി രാത്രി നിങ്ങൾ ഉറങ്ങാൻ പോകുമ്പോൾ എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു സ്റ്റോണ്, ഇനിയിപ്പോൾ സ്റ്റോണൊന്നും കിട്ടിയില്ലെങ്കിൽ പല ടൈപ്പ് കളറിലുള്ള വലിയ സൈസ് മുത്തുകൾ ഉണ്ടാവുമല്ലോ, പല കളറിലുള്ള നല്ല കളർഫുൾ ആയിട്ടുള്ളത് കിട്ടുകയാണെങ്കിൽ നല്ലതാണ്. കാരണം നമ്മൾ ബ്രെയിനിന് കളറുകളെ പെട്ടെന്ന് അട്രാക്ട് ചെയ്യാനുള്ളൊരു കഴിവുണ്ട്. എന്താണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറുകളാണ്, അങ്ങനെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് മതി. ഒരു ആകർഷകമായ നല്ല സോഫ്റ്റ് ആയിരിക്കത്തൊരു കല്ല് നിങ്ങൾക്ക് പുറത്തൊക്കെ പോയാൽ വാങ്ങാൻ കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്റ്റോണ് അല്ലെങ്കിൽ ഒരു മുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ശേഖരിക്കുക. എന്നിട്ട് ഡെയിലി, ശ്രദ്ധയോടെ കേൾക്കണേ, ഡെയിലി നിങ്ങൾ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ബെഡിൽ ഇരുന്നിട്ട് വേണം ഇത് ചെയ്യാൻ. അന്നേ ദിവസം ഓരോ ദിവസവും നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ലഭിച്ച ഒരു 10 കാര്യങ്ങൾക്ക് ആ കല്ല് ഞാൻ കാണിച്ചു തരാം, അവസാനം ഞാൻ കാണിച്ചു തരാം. ആ കല്ല് കയ്യിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് അന്നേ ദിവസം കിട്ടിയ ഒരു 10 കാര്യങ്ങൾക്ക് മനസ്സറിഞ്ഞ് പ്രപഞ്ചശക്തിയോട് നന്ദി പറയുക. അതൊരു മാന്ത്രിക കല്ലാണെങ്കിലും ഇപ്പം നമ്മൾ അമ്പലത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുന്നത് എന്താ, നല്ലൊരു കല്ലൊരു ശില്പി കൊത്തുപണികൾ ഉപയോഗിച്ച് പണിത് ഒരു പൂർണ്ണ ഷേപ്പാക്കി അതിന് മുമ്പിൽ തിരിയും വിളക്കുമെല്ലാം കത്തിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് അതിന് ചൈതന്യം ഉണ്ടാവുന്നത് എന്ന് പറയുന്നത് പോലെ ഒരു കല്ല് നമ്മൾ ഡെയിലി ആ കല്ലിലേക്ക് നോക്കി കല്ലിൽ പോസിറ്റീവായിട്ടുള്ള അഫർമേഷനും ഗ്രാറ്റിറ്റ്യൂഡും പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പം ആ കല്ലിന് ഒരു ചൈതന്യം ഉണ്ടാവും, ആ കല്ലിന് ഒരു പോസിറ്റിവിറ്റി ഉണ്ടാവും. ആ പോസിറ്റീവ് വൈബ്രേഷനാണ് നമ്മുടെ ലൈഫിലേക്ക് ബാധിക്കുക. അപ്പോൾ ഇതെന്ത് ചെയ്യുക, ആ കല്ലിനെ ഡെയിലി നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് ചാർജ് ചെയ്യുക. ശരിക്കും കല്ലിനെ പോസിറ്റീവായിരിക്കുന്ന കാര്യങ്ങളും ഗ്രാറ്റിറ്റ്യൂഡും പറഞ്ഞ് കല്ലിലേക്ക് നോക്കിയിട്ട്
ചാർജ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുക ഇതൊരു മാന്ത്രിക കല്ലാണ്, ഇതെന്ത് ചോദിച്ചാലും ഇത് എനിക്ക് തരുന്ന ഒരു കല്ലാണിത്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ കല്ലിലേക്ക് ഡെയിലി ആ കല്ല് നോക്കി കയ്യിൽ ഇങ്ങനെ പിടിച്ച് പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന പില്ലോയ്ക്കോ ബെഡിനോ അടിയിൽ വെച്ചിട്ട് ഉറങ്ങുക. നിങ്ങൾ ഉപയോഗിക്കുന്ന പില്ലോയിൻ്റെ അടിയിലോ ബെഡിലോ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഉറങ്ങുക. രാവിലെ എഴുന്നേറ്റതിന് ശേഷവും ഈ കല്ലെടുത്തിട്ട് ഉടൻ തന്നെ ചെയ്യേണ്ട കാര്യം, ഇപ്പം ബെഡിലൊക്കെ എഴുന്നേറ്റ് ഇതിൽ രാവിലെ നമ്മൾ പ്രാർത്ഥിക്കില്ല, അതുപോലെ തന്നെ ഈ കല്ലെടുത്ത് കൈയിൻ്റെ ഉള്ളിൽ പിടിച്ചിട്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിക്കോ എനർജിയോ എല്ലാം പറഞ്ഞിട്ടൊന്ന് പ്രാർത്ഥിക്കാം. അത്രയേ ചെയ്യണ്ടൂ. ഡെയിലി ചെയ്യാം. ഡെയിലി നിങ്ങളത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പം എൻ്റെ കയ്യിലൊരു കല്ല് ഇതാ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ആകർഷകമായൊരു ബ്ലൂ കല്ലാണ്, എനിക്കിഷ്ടമാണ് ഈ കളറ്. അതുകൊണ്ടാണ് ഞാൻ ഈ കല്ല് മേടിച്ചത്. ഞാൻ പുറത്ത് ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്. നിങ്ങൾക്കും അങ്ങനെ മേടിക്കാൻ കിട്ടും. ഇത് മേടിക്കാൻ കിട്ടുന്നത് നമുക്ക് ഈ അക്വേറിയം ഒക്കെ വിൽക്കുന്ന കടകൾ ഉണ്ടാകുമ്പം, അലങ്കാര മത്സ്യങ്ങളെയൊക്കെ വിൽക്കുന്ന കടകൾ ഉണ്ടാകുമ്പോൾ അതിൽ അവിടെ ചോദിച്ച് സ്റ്റോണൊക്കെ കിട്ടും പല കളറിൽ. ഇതാ കണ്ടോ, കാണുമ്പോൾ തന്നെ നല്ലൊരു റോയൽ ബ്ലൂ, നല്ലൊരു ആകർഷമായ കളറല്ലേ. അപ്പം ഞാനിതെന്താ ചെയ്യാന്ന് വെച്ചാൽ ഡെയിലി ഉറങ്ങുന്നതിന് മുമ്പ് ഈ കയ്യിൽ ഇങ്ങനെ കൈയിൻ്റെ നടുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇതാ ഇങ്ങനെ പ്രാർത്ഥിക്കും. ആദ്യം കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നോക്കി പ്രാർത്ഥിക്കും. ഇതാ എനിക്ക് ഇന്നേ ദിവസം ലഭിച്ച എല്ലാ ഐശ്വര്യങ്ങൾക്കും നന്ദി, എൻ്റെ ആരോഗ്യത്തിനും എൻ്റെ സന്തോഷത്തിനും നന്ദി, എനിക്ക് ഭക്ഷണം ലഭിച്ചതിന് നന്ദി, എനിക്ക് ധരിക്കാൻ വസ്ത്രം ലഭിച്ചതിന് നന്ദി എന്ന് പറഞ്ഞ് എന്താണോ നിങ്ങൾക്ക് അന്നേ ദിവസം ലഭിച്ചത് അത് നിങ്ങൾ എന്ത് ചെയ്യുക, ആവർത്തിച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഡെയിലി ഈ ഒരു പ്രാക്ടീസ്, മാന്ത്രിക കല്ല് പരിശീലനം നിങ്ങളൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്ക്. പറയുന്ന വാക്കുകളിൽ ആ വികാരം ഉൾക്കൊണ്ട് ഫീലിങ്സോട് കൂടി പറയണം. ഈ കല്ലിലേക്ക് നോക്കി പറയണം. ഈ കല്ലിലേക്ക് നോക്കി പറയണം. ഇങ്ങനെ നോക്കി വേണമെങ്കിൽ പറയാം. അതാ ഇങ്ങനെ നോക്കി പറയാം. ഇതൊരു മാന്ത്രികതയുള്ള കല്ലാണ്. ഇത് എന്നിലേക്ക് മിറാക്കിൾസ് കൊണ്ടുവരുന്നു, എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടപ്പിലാക്കുന്ന കല്ലാണ് എന്ന് മനസ്സിൽ 100,000 പ്രാവശ്യം പറഞ്ഞ് വിശ്വസിപ്പിച്ച് വേണം നമ്മൾ ഈ പ്രാക്ടീസുകളൊക്കെ ചെയ്യാൻ. കണ്ടില്ലേ, നല്ലൊരു കളറല്ലേ. നിങ്ങളിൽ ഇങ്ങനത്തെ കല്ലുണ്ടോ? ഉള്ളവർ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതേ കളറ് കല്ലുണ്ടോ നിങ്ങളെ കയ്യിൽ? അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ പ്രാക്ടീസ് ചെയ്യുക. സിമ്പിളാണ്. ഞാൻ കാണിച്ചു തന്നില്ലേ, അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. എത്ര സമയമില്ലാത്തവർക്ക് ഒരു 10 മിനിറ്റേ വേണ്ടൂ, ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ പറഞ്ഞത് മനസ്സിലായില്ല. അന്നേ ദിവസം ഓരോ ദിവസവും നമുക്ക് ലഭിച്ച, നമ്മുടെ ജീവിതത്തിൽ ലഭിച്ച നല്ല കാര്യങ്ങൾക്ക് ദൈവത്തിനോട് മനസ്സറിഞ്ഞ് നന്ദി പറയുക. ദൈവത്തിലേക്ക് എത്താനുള്ള മാധ്യമമാണ് ഈ സ്റ്റോൺ എന്ന് വിശ്വസിച്ചിട്ട് വേണം പ്രാക്ടീസ് ചെയ്യാൻ. ഇതൊക്കെ ചെയ്യുന്നത് നമ്മളെ മനസ്സിനെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സ് വിശ്വസിക്കുമ്പോഴാണ് മക്കളെ, അല്ലെങ്കിൽ സുഹൃത്തുക്കളെ, എൻ്റെ സഹോദരി സഹോദരന്മാരെ, നിങ്ങളിലേക്ക് അത്ഭുതങ്ങൾ സംഭവിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഒരു ഓണം ഓഫർ നടക്കുന്നുണ്ട്. ഈ വീഡിയോയിലൂടെ ഞാൻ പറയണം, ഓണം ഓഫർ. അപ്പോൾ ആ ഓണം ഓഫറിനെ കുറിച്ച്, കോഴ്സിനെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർ നമ്മളെ വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക. നമ്മളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ പണം ചിലവഴിക്കുന്നുണ്ട്. ശരീരത്തിന് വേണ്ടിയും, അല്ലെങ്കിൽ നല്ല വസ്ത്രങ്ങൾ വാങ്ങാൻ വേണ്ടി, അല്ലെങ്കിൽ നമുക്ക് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വാങ്ങാൻ വേണ്ടി. ഇപ്പോൾ സ്ത്രീകളൊക്കെ ആണെങ്കിൽ അതിലൊരു പങ്ക് മാത്രമേ, അതിൻ്റെ ഒരു അംശം മാത്രമേ നമ്മളെ മനസ്സ് നേരെയാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലവഴിക്കണ്ടു. എത്ര പേര് ചിലവഴിക്കുന്നുണ്ട്? എത്ര പേര് നിങ്ങളെ മനസ്സിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി സമയം ചിലവഴിക്കുന്നുണ്ട്? സത്യസന്ധമായിട്ട് നിങ്ങളൊന്നും കമൻറ്റ് ചെയ്യണം. നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും, എവിടെയൊക്കെ പോയി എന്തൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് ഒന്നും നേരെ ആവാത്തത് നിങ്ങളുടെ മനസ്സ് നിങ്ങളിൽ ശരിയായ രീതിയിലല്ല പ്രവർത്തിക്കുന്നത്. മനസ്സിന് തോന്നുന്ന വിധത്തിലാണ്. അതുകൊണ്ടാണ് മനസ്സ് എന്ന് പറയുന്നത് വളരെ പിടിച്ചാൽ കിട്ടാത്തൊരു സംഭവമാണ്. അതിനെ നമ്മൾ മെരുക്കിയെടുത്ത് അതിൽ ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവരുമ്പോഴേ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം അതുപോലെ നടക്കൂ. അതിനൊരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്ന് നിങ്ങളെക്കൊണ്ട് ചെയ്യിപ്പിക്കാനുണ്ട്.
നിങ്ങൾ ആഗ്രഹിക്കുന്ന പൊസിഷനിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യസ്ഥാനത്ത് നിങ്ങൾക്ക് എത്തണമെങ്കിൽ നിങ്ങൾ മനസ്സിൻ്റെ പ്രവർത്തനം അറിയണം. അതിനാണ് മൈൻഡ് റീപ്രോഗ്രാമിംഗ് പ്രാക്ടീസിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, ആരെയും ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ ഓണം ഓഫർ നടന്നുകൊണ്ടിരിക്കുകയാണ്. കോഴ്സിനെ കുറിച്ച്, ഓഫറിനെ കുറിച്ചൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണുന്ന വാട്സപ്പ് നമ്പറിലൊന്ന് വാട്സപ്പ് കോണ്ടാക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കട്ടെ. പറഞ്ഞതൊക്കെ അതുപോലെ ഫോളോ ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. നമ്മുടെ വീഡിയോ കണ്ടിട്ട് കമൻറ്റുകൾ നിങ്ങൾ ചെയ്യുക. ഓക്കെ, ഗ്രാറ്റിറ്റ്യൂഡ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.